ഹമീദ് നിയമം എന്നാണ് പുതിയ വഖഫ് നിയമം അറിയപ്പെടുക. വഖഫ് വസ്തുക്കളിൽ ഓഡിറ്റ് നടത്താൻ സംസ്ഥാന സർക്കാരുകൾക്ക് അനുമതി നൽകുന്നതാണ് ഈ ബില്ലിലെ മറ്റൊരു വ്യവസ്ഥ. വിനീത വിജിയാണ് വിശദാംശങ്ങളുമായി ചേരുന്നത് ഡൽഹിയിൽ നിന്ന്. വിനീത, മന്ത്രിയുടെ പ്രസംഗം തുടരുകയാണോ? അതിനുശേഷം ആരൊക്കെയാണ് സഭയിൽ സംസാരിക്കാൻ പോകുന്നത്? 8 മണിക്കൂർ തുടർച്ചയായി ഈ ബില്ലിന്മേൽ ഇന്ന് ലോക്സഭയിൽ ചർച്ച നടക്കും അല്ലേ? തീർച്ചയായും വിജയകുമാർ, ഇപ്പോൾ മന്ത്രി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷമായിരിക്കും മറ്റ് ചർച്ചകളിലേക്ക് കടക്കുക. 8 മണിക്കൂർ തന്നെയായിരിക്കും ഈ ചർച്ചയുണ്ടാവുക. ഇതിനോടകം തന്നെ പ്രതിപക്ഷം അവരുടെ പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട്. കെ.സി. വേണുഗോപാലും ഒപ്പം N.K. പ്രേമചന്ദ്രനുമാണ് സംസാരിച്ചത്. കെ.സി. വേണുഗോപാൽ പറഞ്ഞത് ഉച്ചയ്ക്ക് ശേഷമാണ് ബില്ല് നാളെ സഭയിൽ അവതരിപ്പിക്കുമെന്നൊരു തീരുമാനമുണ്ടായതെന്നായിരുന്നു കെ.സി. വേണുഗോപാലിന്റെ പ്രതികരണം ഉണ്ടായിരുന്നത്. ഒപ്പം തന്നെ ബില്ല് അവതരണത്തെ എതിർത്ത് N.K. പ്രേമചന്ദ്രനും രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു. യഥാർത്ഥ ബില്ലിൽ ചർച്ച നടന്നിട്ടില്ല എന്നുള്ളതായിരുന്നു N.K. പ്രേമചന്ദ്രന്റെ വാദം. ഒപ്പം തന്നെ ഈ JPC-ക്ക് നിർദ്ദേശങ്ങൾ നൽകാനുള്ള അധികാരം മാത്രമാണുള്ളതെന്നും പുതിയ വ്യവസ്ഥകൾ വരുത്താൻ കഴിയില്ലെന്നും പറഞ്ഞിട്ടുണ്ട്. ഈ ക്രമപ്രശ്നവും ഇത് സംബന്ധിച്ച് ഇല്ല എന്നും എല്ലാ നടപടിക്രമങ്ങളും ഈ ഘട്ടത്തിൽ പാലിച്ചിട്ടുണ്ടെന്നുമാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ കിരൺ റിജിജു സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. സംയുക്ത പാർലമെന്ററി സമിതി വിശദമായിട്ടുള്ള ചർച്ചകൾ ഈ ബില്ലിന്മേൽ നടത്തിയെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇത്രയും വിശദമായ ഒരു ചർച്ച അത് ഇതുവരെ ഒരു ബില്ലിന്മേലും ഉണ്ടായിട്ടില്ല എന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പലയിടത്തു നിന്നും നിർദ്ദേശങ്ങൾ സ്വീകരിച്ചു, മത നേതാക്കളിൽ നിന്ന് അവരുടെ അഭിപ്രായങ്ങൾ കൂടി തേടി ഇങ്ങനെ വളരെ വിശദമായി ചർച്ചകൾ ഈ വഖഫ് ബില്ലിന്മേൽ നടത്തിയെന്നാണ് അദ്ദേഹം പറയുന്നത്. ഒപ്പം തന്നെ മുസ്ലിം വിഭാഗത്തിന് ഈ ബില്ലിൽ യാതൊരു എതിർപ്പുമില്ല എന്നും പറയുന്നുണ്ട്. പ്രതിപക്ഷം അവരുടെ പ്രതിഷേധത്തിനെതിരെ പറഞ്ഞത് പ്രതിപക്ഷത്തിന്റെ ചോദ്യങ്ങൾക്കൊക്കെ തന്നെ മറുപടിയുണ്ട്, പക്ഷേ നിങ്ങൾ സമാധാനമായി ഇത് കേൾക്കൂ, അതിനുശേഷം നിങ്ങൾക്കുള്ള മറുപടി ഞാൻ നൽകാമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. മുസ്ലിം വിഭാഗക്കാരുടെ സ്വത്തുക്കൾ അത് തട്ടിയെടുക്കുകയല്ല സർക്കാരിന്റെ ലക്ഷ്യമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഒരു സുതാര്യത എല്ലാ കാര്യത്തിലും ഉറപ്പുവരുത്തേണ്ടതായിട്ടുണ്ട്. അത് ഉറപ്പുവരുത്താൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു ബില്ലെന്നും പറയുന്നുണ്ട്. ഈ വഖഫ് ഭൂമി മറ്റുമുള്ള നിയന്ത്രണങ്ങളിൽ മാത്രമാണ് ഉണ്ടാവുക, അല്ലാതെ ആരാധനാലയങ്ങളിലോ പള്ളികളിലോ ഉള്ള നിയന്ത്രണത്തിന്മേലല്ല ഇതെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. വിവിധ സംഘടനകളും ഒക്കെയായി ചർച്ച നടത്തിയതിനു ശേഷമാണ് ഇങ്ങനെ ഈ ബില്ലിലേക്കടക്കം എത്തിയതെന്നും സൂചിപ്പിക്കുന്നുണ്ട്. ഒപ്പം തന്നെ UPA കാലത്ത് ഈ വഖഫ് ബോർഡിന് അനിയന്ത്രിതമായിട്ടുള്ള ചില അധികാരങ്ങൾ നൽകി എന്നും കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. സർക്കാർ ഭൂമി പോലും വഖഫ് അവകാശവാദം ഉന്നയിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലേക്കുള്ള ഒരു ഭേദഗതിയിലടക്കം എത്തേണ്ടതെന്നും അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ട്. UPA സർക്കാർ പലതും വഖഫ് ബോർഡിന് നൽകിയിട്ടുണ്ടെന്നും പറയുന്നുണ്ട്. പാർലമെന്റ് വളപ്പും വിമാനത്താവളവും വരെ വഖഫ് ഭൂമിയാണെന്ന് അവകാശപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടെന്നും പറയുന്നുണ്ട്. ഒപ്പം തന്നെ വഖഫ് ബില്ല് മുൻപും ഇത്തരത്തിലേക്കുള്ള ഭേദഗതി ചെയ്തിട്ടുണ്ടെന്നും പറയുന്നുണ്ട്. ബഹളം വെച്ചതുകൊണ്ട് കാര്യമില്ല എന്നാണ് മന്ത്രി പ്രതിപക്ഷാംഗങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പറയുന്നതൊക്കെ തന്നെ നിങ്ങൾ സമാധാനപരമായി കേൾക്കണമെന്നും അറിയിച്ചിട്ടുണ്ട്. മുസ്ലിങ്ങളെ പ്രതിനിധീകരിക്കുന്ന സംവിധാനമല്ല വഖഫ് ബോർഡ് എന്ന കോടതി തന്നെ പറഞ്ഞിട്ടുണ്ടെന്നും പറയുന്നുണ്ട്. പള്ളികളുടെ നിയന്ത്രണത്തിൽ ബില്ല് ബാധിക്കില്ലെന്ന് അദ്ദേഹം വീണ്ടും ചൂണ്ടിക്കാണിക്കുകയാണ്. ഒപ്പം തന്നെ വഖഫ് കൗൺസിലിൽ 22 അംഗങ്ങളാണ്. അമുസ്ലിമുകൾ മാത്രമല്ല മുസ്ലിം വിഭാഗത്തിലെ പിന്നോക്കക്കാരും ഈ കൗൺസിലിൽ ഉണ്ടാകണമെന്ന് പറയുന്നുണ്ട്. വഖഫ് വസ്തുക്കളുടെ പരിപാലനത്തിൽ സുതാര്യത ഉറപ്പാക്കുക എന്നുള്ളത് തന്നെയാണ് ലക്ഷ്യം. പ്രതിരോധ വകുപ്പും റെയിൽവേയും കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഭൂമിയുള്ളത് വഖഫിനാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലേക്കുള്ള ഒരു സുതാര്യത ഉറപ്പാക്കേണ്ടതായിട്ടുണ്ടെന്നും പറയുന്നുണ്ട്. ബില്ലിനെ എതിർക്കുന്നവരെയും അനുകൂലിക്കുന്നവരെയും കാലം ഓർത്തു വെക്കും എന്നും അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ട്. മുസ്ലിങ്ങളെ 70 വർഷമായി കോൺഗ്രസ് വഞ്ചിച്ചു, ഇങ്ങനെ കോൺഗ്രസിനെതിരെയും ഒരു വിമർശനം കൂടി ഉന്നയിച്ചിരിക്കുകയാണ്. തങ്ങൾ വഖഫ് ഭൂമി പാവപ്പെട്ട മുസ്ലിമുകൾക്കായി ഉപയോഗിക്കും, പരിഷ്കാരങ്ങൾ കൊണ്ടുവരുന്നത് സുതാര്യത ഉറപ്പാക്കുന്നതിന് വേണ്ടിയാണെന്നും പറയുന്നുണ്ട്. ഇപ്പോൾ കേന്ദ്രമന്ത്രി കിരൺ റിജിജു സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ലോക്സഭയിൽ. കേന്ദ്രമന്ത്രി കിരൺ റിജിജു വഖഫ് നിയമ ഭേദഗതി ബില്ല് ലോക്സഭയിൽ അവതരിപ്പിക്കും. മന്ത്രിയുടെ പ്രസംഗം തുടരുകയാണ്. ബില്ലിനെ എതിർക്കുമെന്ന് ഇന്ത്യ മുന്നണി വ്യക്തമാക്കിയിട്ടുണ്ട്. 8 മണിക്കൂർ ലോക്സഭയിൽ ഈ വിഷയത്തിൽ ചർച്ച നടക്കും. ബില്ലിനെ പിന്തുണയ്ക്കാൻ NDA ഘടകകക്ഷികൾ വിപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട്. ചർച്ചകൾ ഉച്ചയ്ക്ക് ശേഷം മന്ത്രിയുടെ പ്രസംഗത്തിന് ശേഷം സഭയിൽ തുടരും.